തിരുവനന്തപുരം നെട്ടയത്ത് ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം. അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കം CPM BJP സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. തുടർന്നുണ്ടായ കല്ലേറിലും ലാത്തിചാർജിലും 4 BJP പ്രവർത്തകർക്കും 5 പോലീസുകാർക്കും പരിക്കേറ്റു. അതേസമയം സംഭവം രാഷ്ട്രീയ സംഘർഷമല്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. രഞ്ജിനി എന്ന പുള്ളിക്കാരി പരാതി തന്നിട്ടുണ്ട്. നഗ്നതാ പ്രദർശനം പിന്നെ സ്ത്രീത്വത്തെ അവമാനിക്കുന്ന എന്നുള്ള രീതിക്കാണ് പരാതി കൊടുത്തിരുന്നത്. രഞ്ജിനി എന്ന് പറയുന്നത് ബിനു എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ഭാര്യയാണ് പരാതി കൊണ്ട് കൊടുത്തത്. ഈ പരാതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റേഷനിൽ പോയ സമയത്ത് ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് ആ സമയത്ത് അവർ വന്നിട്ടില്ല, പരാതിക്കാർ വന്നിട്ടില്ല. അപ്പോൾ അവിടുത്തെ സാറ് പറഞ്ഞു ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ വരാമെന്ന് അവരും പറഞ്ഞിട്ടുണ്ട്. 5 മണിക്ക് വന്നാൽ മതി, തിരികെ വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ വീടെത്തുന്നതിന് മുന്നേ എന്നെ സംഘം ചേർന്ന് ആക്രമിക്കുകയാണ് ഉണ്ടായത്. ബിനു എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു. ബിനു എന്ന പുള്ളിക്കാരനാണ് അടിച്ചത്. ഞാൻ ഒരു പാർട്ടിയിലും ഉള്ള മെമ്പറല്ല. അങ്ങനെയാണ് ആ സംഘർഷം ഉണ്ടായത്. ഈ ബിനു എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്നെ മുമ്പും ടോർച്ചറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നെ കൊണ്ട് എൻ്റെ കല്യാണമൊന്നും നടത്തിക്കില്ല, എന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല, എൻ്റെ അടുത്ത് പോയി തൂങ്ങിത്തേവനൊക്കെ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ഈ സംഭവം നടന്ന സമയത്ത് നമ്മളാരും വിളിച്ചറിയിച്ചല്ല. ഇങ്ങനെ ഒരു സുനിൽ എന്ന പയ്യൻ ഒരു പാർട്ടി പ്രവർത്തനമല്ല, ഒരു പാർട്ടി മെമ്പറും അല്ല. അതും ഒരു ദുശീലങ്ങളോ സിഗരറ്റ് വലിയ പുക വലിയ മദ്യപാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ശീലമില്ലാത്ത പയ്യനാണ്. അപ്പം ഇങ്ങനെ ഒരു പാവപ്പെട്ട ഒരു പയ്യന് ഇങ്ങനെ ഒരു സംഭവം നടന്നു അറിഞ്ഞ് നാട്ടുകാർ തടിച്ചു കൂടിയാണ്. അത് ഏത് പാർട്ടിക്കാരായിക്കോട്ടെ ഏത് മതക്കാരായിക്കോട്ടെ. അപ്പോൾ ഒരു നടുക്ക് പോലീസ് നിൽപ്പുണ്ടായിരുന്നു. അതിന് പുറകിലോട്ടാൽ അവരിങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി പോലീസ് നടുക്ക് കാവലായിരുന്നു. അപ്പോൾ ഒരു വണ്ടി വരുന്നത് കണ്ടപ്പം പോലീസ് സൈഡ് ഒതുക്കി കൊടുത്തു. ഈ വരുന്ന സമയത്ത് ബിനുവിൻ്റെ കാറാണ് കണ്ടപ്പോൾ ഇവിടുന്ന് നാട്ടുകാരെല്ലാം തടയാൻ തുടങ്ങി. പോലീസ് വന്ന് വഴി ഒരുക്കി കൊടുക്കുകയാണ്. അപ്പോഴാണ് അവിടെ നിന്നൊരു പ്രതികരണം ഇങ്ങോട്ടുണ്ടായി. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ടായി. അപ്പം അല്ല, അവിടെ നിന്ന് ആക്രമിക്കാൻ വന്ന് പിന്നെ എന്തൊക്കെയോ ആയുധങ്ങൾ മാരകായുധമൊന്നും പറഞ്ഞല്ല, വിറവും കഷ്ണങ്ങൾ കമ്പ് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. അപ്പം ഇത് എന്താണ് നാട്ടുകാർ ഈ സൈഡിൽ നിൽക്കുന്നത് ഏറ്റവും കൂടുതലും ഈ സൈഡിൽ നാട്ടുകാരാണെന്നുള്ളത്. അത് ഒരിക്കലും പാർട്ടി ബേസിലാണ് ഇവിടെ നിന്നത്. സംഭവത്തിൽ വട്ടിയൂർക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നു. സാരംഗ്, കഴിഞ്ഞ രാത്രി വലിയ ഭീകരാന്തരീക്ഷമാണ് അവിടെ ഉണ്ടായത്. ചെറിയ അയൽവാസികൾ തമ്മിലുള്ള ചെറിയ തർക്കം രാഷ്ട്രീയ സംഘർഷമായി മാറുന്നൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. ഇപ്പോഴും അവിടുത്തെ സ്ഥിതി എന്താണ്? ഒരു സംഘർഷ സാധ്യതയുണ്ടോ? പോലീസ് എന്താണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ? കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തിൻ്റെ ഒരു തുടർചലനങ്ങളൊന്നും ഇവിടെ ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. അതായത് അവിടെ ഇപ്പോൾ ക്രമസമാധാന നില പഴയ രീതിയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ പിന്നീട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അതായത് ഇതിൻ്റെ തുടർ സംഘർഷങ്ങൾ മറ്റും ഉണ്ടാകാനുള്ളൊരു സാധ്യത കണക്കിലെടുത്ത് പോലീസ് ഇവിടെ തുടരുന്നുണ്ട്. എന്തിനായാലും ചെറിയൊരു വിഷയമാണ് ഇത് ആരംഭിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇവർ തമ്മിലുള്ള ഈ ബിനു സുനിൽ തമ്മിലുള്ള വിഷയം കാലങ്ങളായിട്ടുള്ളതാണ്. ഇവർ ബന്ധുക്കളാണ്. പക്ഷേ ഇവർ തമ്മിലുള്ള ചെറിയൊരു അസ്വാരസ്യങ്ങൾ ആദ്യത്തെ തർക്കത്തിലേക്ക് അടക്കം എത്തിയിരുന്നു. അവർ തമ്മിലുള്ള വലിയ രീതിയിലുള്ള ഒരു വാക്ക് തർക്കത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അത് പിന്നീട് പരാതിയായി വരികയും അത് നഗ്നതാ പ്രദർശനം നടത്തിയെന്ന രീതിയിലേക്ക് അടക്കം എത്തിയതും പിന്നീട് അത് ഈ ഒരു സുനിലിനെ മർദ്ദിക്കുന്ന അടക്കമുള്ള രീതിയിലേക്ക് എത്തുകയും ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് ഈ സംഘർഷം. അതായത് പ്രധാനമായും പോലീസ് പറയുന്നത് ഈ ഒരു ബിനുവിനെ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കുവാൻ BJP പ്രവർത്തകർ അടക്കം ചേർന്ന് കാറിൽ ഇവിടേക്ക് എത്തുമ്പോൾ ആ സമയത്ത് തടിച്ചുകൂടിയ നാട്ടുകാരും ഈ ഒരു BJP പ്രവർത്തകർ തമ്മിലുണ്ടായിട്ടുള്ള ഒരു സംഘർഷമാണ് നമ്മൾ ദൃശ്യങ്ങളിലടക്കം കണ്ടത്. ഇതൊരു രാഷ്ട്രീയ സംഘർഷം തന്നെയല്ല, ഇതൊരു കുടുംബ വഴക്ക് പിന്നീട് അത് നാട്ടുകാരിലേക്ക് എത്തുകയും നാട്ടുകാരിൽ പിന്നീട് അത് സംഘം ചേർന്നുകൊണ്ട് പാർട്ടി സംഘർഷമായി മാറുകയും ചെയ്യുകയായിരുന്നു. സുനിലിനെ പറ്റിയ നാട്ടുകാരുടെ അഭിപ്രായമെല്ലാം നമ്മൾ വിശദമായി അന്വേഷിച്ചതാണ്. അവിടെ യാതൊരുവിധ ഇത്തരത്തിൽ പാർട്ടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയല്ല എന്നാണ് നാട്ടുകാർ പറയുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ ഒരു മർദ്ദനമേറ്റ വിഷയത്തിൽ നാട്ടുകാർ ഇടപെടുകയും ബിന്നിനെതിരെ തിരികുകയും ചെയ്യുകയായിരുന്നു. ബിന്നിന് സംരക്ഷണം നൽകിക്കൊണ്ടാണ് ഈ BJP പ്രവർത്തകർ രംഗത്ത് വന്നത്. അങ്ങനെയാണ് നാട്ടുകാരും BJP പ്രവർത്തകരും ഒപ്പം ഈ ഒരു പോലീസുമായി നടന്നിട്ടുള്ളൊരു സംഘർഷം ഉണ്ടായത്. പക്ഷേ അതേ സമയത്ത് BJP പ്രവർത്തകർ ആരോപിക്കുന്ന മറ്റൊരു വിഷയം CPM സംരക്ഷണം നൽകി, അതായത് CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് നിന്നുകൊണ്ട് BJP പ്രവർത്തകരെ ആക്രമിച്ചു, ഒപ്പം തന്നെ പോലീസ് ഇതിന് ഒത്താശ ചെയ്തു എന്നടക്കമാണ് BJP ഉയർത്തുന്നൊരു വിവരം. എന്ത് തന്നെയായാലും ഇതിൽ പോലീസ് ഇരു കൂട്ടർക്കുമെതിരെ ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ സത്യസന്ധമായിട്ടുള്ള അതായത് എന്താണ് ഈ വിഷയത്തിൽ ഈ ഒരു നഗ്നതാ പ്രദർശനം അടക്കം വ്യാജ പരാതിയാണെന്നാണ് ഇപ്പോൾ സുനിലടക്കം പ്രതികരിച്ചിരിക്കുന്നത്. അതിലടക്കം അന്വേഷണം വേണ്ടിയിരിക്കുന്നു. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ പോലീസിന്റെ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ.
യെസ്, സംഭവത്തിൽ ആർക്കെങ്കിലും എതിരെ കേസെടുത്തിട്ടുണ്ടോ? എന്താണ് ഈ വിഷയത്തിൽ പോലീസ് സ്വീകരിച്ച നിലപാടെന്ന് അറിയണം. മാത്രമല്ല, ഇനിയും വീണ്ടും അക്രമ സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടോ? ടോം, അങ്ങനെയൊരു പ്രശ്നബാധിത സ്ഥലമല്ല ഈ ഒരു മലമുകൾ എന്നൊരു പ്രദേശം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു പ്രാദേശിക പ്രശ്നം അത് വലിയ രീതിയിൽ വളർന്നു വലുതാവുകയായിരുന്നു. പക്ഷേ അപ്പോഴും പോലീസിൻ്റെ ഒരു ശ്രദ്ധ ഇവിടെ ഇപ്പോഴും ഉണ്ട്. പോലീസുകാരുടെ സാന്നിധ്യം ഇവിടെ ഇപ്പോഴും തുടരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. രാവിലെ അടക്കം അവിടെ പോലീസുകാരുണ്ടായിരുന്നു. കാരണം ഇതൊരു അടുത്തടുത്ത വീടുകൾ തന്നെയാണ്. അതൊരു വാക്തർക്കം അടക്കം ഉണ്ടായാൽ അത് വീണ്ടും വലിയൊരു സംഘർഷത്തിലേക്ക് എത്താനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട്. അത് രാഷ്ട്രീയമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് പോലീസ് ഇവിടെ തുടരുന്നുണ്ട് എന്തായാലും. മാത്രമല്ല, ജനങ്ങൾ ക്രമസമാധാനം പാലിക്കണമെന്നും ഇത്തരത്തിലുള്ള അനാവശ്യ സംഘർഷങ്ങൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശം പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ തന്നെ നാട്ടുകാർക്കും ഒപ്പം ഈ ഒരു വ്യക്തികൾക്കും നൽകിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിൽ രണ്ട് കൂട്ടർക്കെതിരെയും, അതായത് പോലീസിനെ ആക്രമിച്ചു എന്ന രീതിയിൽ ഇപ്പോൾ ഇരു കൂട്ടർക്കെതിരെയും BJP പ്രവർത്തകർക്കെതിരെയും ഒപ്പം നാട്ടുകാർക്കെതിരെയും ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. എന്ത് തന്നെയായാലും ഈ ഒരു വിഷയം അത് ഒരുപാട് കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് ഇതിൽ ഒരു നഗ്നതാ പ്രദർശനം നടത്തിയതിലടക്കം കഴമുണ്ടോ അല്ല ഈ ഒരു ആക്രമണ സംഭവത്തിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണം. കാരണം പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം ഗുരുതരമായി പരിക്കേറ്റ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ പോലീസിൽ നിഷ്ക്രിയത്വം പാലിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ ഒരു കേസെടുത്ത് മുന്നോട്ട് പോവുക മാത്രമല്ല, ഇതിന്റെ പിന്നാമ്പുറങ്ങൾ, അത് രാഷ്ട്രീയ പശ്ചാത്തലമടക്കം പോലീസ് വിശദമായി പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. കാരണം നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് ഇതൊരു രാഷ്ട്രീയ സംഘർഷമല്ല, അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നം ആ തലങ്ങളിലേക്ക് നീങ്ങിയതാണെന്ന്. പക്ഷെ നിലവിൽ ഒരു രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ ഒരു പശ്ചാത്തലമാണോ അവിടെ ഉള്ളത്? കാരണം രണ്ട് വിഭാഗങ്ങൾ CPM-ഉം BJP-യും ചേരിതിരിഞ്ഞ് നിൽക്കുന്നു. അതാണ് പിന്നീട് വലിയ അക്രമ സംഭവങ്ങളിലേക്ക് വഴിമാറിയത്. പോലീസിന് നേരെ പോലും ആക്രമണം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായത് അല്ലേ? തീർച്ചയായും BJP-യുടെ ആരോപണം അത്തരത്തിലാണ്. കാരണം ഒരു ഭാഗത്ത്, അതായത് ഇവിടെ എത്തിയിരിക്കുന്ന BJP പ്രവർത്തകർ എന്ന് പറയുന്നത് ഈ പ്രാദേശിക നേതാക്കന്മാരോ പ്രാദേശിക പ്രവർത്തകരല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഈ ഒരു ഭിന്നിലിന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ഇവിടേക്ക് എത്തിയവരാണ്. പിന്നീട് അത് പ്രക്ഷോഭമായി മാറുകയും പിന്നീട് ഇവർ തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് എത്തുകയായിരുന്നു. അവരാരും ഈ പ്രദേശവാസികളല്ല എന്നാണ് നാട്ടുകാർ അറിയിക്കുന്നത്. അവർ പുറമേ നിന്നും ഇവിടേക്ക് എത്തിയതാണ്. അവർ മനഃപൂർവ്വം ഒരു സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിയെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. പക്ഷേ അതേസമയം BJP പ്രവർത്തകർ ആരോപിക്കുന്ന മറ്റൊരു വിഷയം, കോൺഗ്രസ് പ്രവർത്തകരും CPM പ്രവർത്തകരും ആസൂത്രിതമായി BJP പ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നു. ഒപ്പം ഈ ഒരു വ്യക്തിക്ക് സംരക്ഷണം നൽകുകയും ഇതൊരു രാഷ്ട്രീയ വിഷയമായി അവർ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഒപ്പം തന്നെ പോലീസ് ഇവർക്ക് ഒത്താശ ചെയ്തു എന്നടക്കമാണ് BJP പ്രവർത്തകർ ഉയർത്തുന്ന ഒരു വാദം. അങ്ങനെയാണ് ഇതൊരു രാഷ്ട്രീയ തലത്തിലേക്ക് ഒരു സംഘർഷത്തിന്റെ രൂപം മാറുന്നത്. എന്ത് തന്നെയായാലും ഇതിൽ അങ്ങോട്ടും ഇരു തരത്തിലേക്കുമുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇരു പാർട്ടികളും ഉന്നയിക്കുന്നുമുണ്ട്. എന്ത് തന്നെയായാലും ഇതിൽ സംസ്ഥാന കമ്മിറ്റിയോ അല്ലെങ്കിൽ മറ്റ് നേതാക്കൾ അടക്കമുള്ളവർ പ്രതികരിച്ചിട്ടില്ല. കാരണം ഒരു പ്രാദേശിക വിഷയം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ അതിന് കൂടുതൽ മാനങ്ങളിലേക്ക് എത്തുമോ എന്ന കാര്യം അത്ര കണ്ട് സാധ്യതയില്ല. കാരണം ഇത് നാട്ടുകാരുടെ ഇടയിൽ തന്നെ പ്രശ്നം ഒതുക്കി തീർക്കാനുള്ളൊരു നീക്കം തന്നെ നടക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. എന്ത് കഴിഞ്ഞാൽ പോലീസ് ഇത് കൂടുതൽ സംഘർഷത്തിലേക്ക് പോകാതിരിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് ഇന്നും നാളെയും തന്നെ അവിടെ ശക്തമായ നിരീക്ഷണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടവർ, അതായത് ഇപ്പോൾ പോലീസിനെ ആക്രമിച്ചവരുണ്ട്, ഒപ്പം തന്നെ മറ്റുള്ളവരെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചവരുണ്ട്. ഒപ്പം ഇതിനൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട സുനിലിനെ ആക്രമിച്ച, അതായത് ബിനിൽ ഉൾപ്പെടെയുള്ള ഒരു സംഘമാണ് വാഹനത്തിൽ വരികയായിരുന്ന സുനിലിനെ ആക്രമിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരെയും അറസ്റ്റ് ചെയ്ത് പോലീസ് നടപടിയിലേക്ക് കടക്കേണ്ട ആവശ്യകതയുണ്ട്. കാരണം സുനിലിന് ശരീരത്തിൽ ഈ ഒരു മർദ്ദനമേറ്റ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഒരു വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുക എന്നാണ് ഇപ്പോൾ കടക്കുന്നൊരു കാര്യം. അതിനൊപ്പം തന്നെ ഈ ഒരു പ്രദേശത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നീക്കവും പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അത് അനാവശ്യമായ പല സംഘർഷങ്ങളിലേക്ക് എത്തും. അത്തരത്തിലൊരു തുടർ സംഘർഷങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു നീക്കവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? യെസ്, വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.